ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൻ. എല്ലാവർക്കും അപ്പൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു. കാലത്ത് മറുവാനുമായിട്ട് ഇറച്ചി മേടിക്കാൻ പോവുകയാണ്. മറുവാൻ്റെ സൈക്കിള് പഞ്ചറായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ സ്കൂട്ടിയിൽ പോയത്. ഇല്ലെങ്കിൽ മറുവാൻ ചെന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞങ്ങൾ മീറ്റ് വാങ്ങാറുള്ളത്. മിക്കപ്പോഴും സൺഡേ ആയിരിക്കും അത്. സാധാരണ ഞങ്ങൾ ഇറച്ചി വാങ്ങിക്കുന്ന കടയിൽ വെള്ളിയാഴ്ച നീണ്ട ക്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞായറാഴ്ചയാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് മറുവാനെയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. തിരിച്ച് വീട്ടിലെത്തിയ ശേഷമാണ് കേട്ടോ ഞാൻ ന്യൂസ് പേപ്പറൊക്കെ എടുത്തതും കുറച്ച് നേരം ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് വീട്ടിനകത്തേക്ക് ചെന്നത്. സാധാരണ ഞായറാഴ്ചകളിൽ വീട്ടു ജോലികളൊക്കെ സാവധാനമാണ് തുടങ്ങുക. നല്ല റിലാക്സ് മൂഡിൽ റേഡിയോ ഒക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് നല്ലവണ്ണം ആസ്വദിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതെന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് അറിഞ്ഞ് ആസ്വദിച്ചിട്ട് ചെയ്യുക. തന്നെ നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ ഈയിടെയായിട്ട് എൻ്റെ ജോലികളൊക്കെ കാണാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട്. ഈ ഒരു മനസ്ഥിതിയോടെ നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ജോലി ഭാരമൊന്നും അനുഭവപ്പെടില്ല എന്നാണ് എൻ്റെ അനുഭവം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ മനസ്സൊന്ന് പാകപ്പെടുത്തണം, അത്രയേ ഉള്ളൂ. ഇന്നത്തെ പ്രാതലിന് ദോശയാണ്. മിക്ക ദിവസവും ഞങ്ങളുടെ വീട്ടിൽ ദോശയാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കലും ചായ കുടിയും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇറച്ചിക്കറി ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയത്. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ കറി വയ്ക്കാനുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം എൻ്റെ ഈ കരിങ്കല്ല് കൊണ്ടുള്ള പെസലിൻ്റെ അടിഭാഗത്ത് നിന്ന് പൊടിഞ്ഞു വരുന്നത് കണ്ടിട്ട് ഞാൻ ആ പെസൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റീൽ പെസലാണ് കേട്ടോ ഞാനിപ്പോൾ ഉപയോഗിക്കാറുള്ളത്. ഒരു കുഞ്ഞു ഉലക്ക എന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്ക് മറുവാൻ വന്നിട്ടുണ്ട്. അവന് വയറിന് നല്ല സുഖമില്ല, അതുകൊണ്ട് ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനവന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊടുത്തു. അവന് ഷുഗർ കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിവിടെ നല്ല പഴുത്ത സപ്പോട്ട ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്തിട്ട് തൊലി കളഞ്ഞ് മറുവാന് കൊടുക്കുകയാണ്. അപ്പോൾ ഇറച്ചിക്കറിക്ക് വേണ്ടിയിട്ട് വഴറ്റിയ സവാള നന്നായിട്ട് വെന്ത് തുടങ്ങുന്ന ഒരു പരുവായിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായി മൂത്ത് ഒരു മണം വരുമ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർക്കുന്നില്ല, കാരണം ഞാൻ മല്ലി പൊടിക്കുന്നതും മഞ്ഞൾ കൂടി ചേർത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഞാൻ പ്രത്യേകമായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായൊന്ന് ഇളക്കിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില തൂവിക്കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. 6 വിസിൽ വന്നാൽ നമ്മുടെ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ടാവും. ഇടയ്ക്ക് ഞാൻ പാഷൻ ഫ്രൂട്ടിൽ കുറച്ച് ഉപ്പൊക്കെ വിതറിയിട്ട് കഴിക്കുകയാണ്. പാഷൻ ഫ്രൂട്ട് വളരെ നല്ല വിറ്റാമിൻ സിയുടെ ഉറവിടമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ വീട്ടിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളി ഇഷ്ടമല്ലെങ്കിൽ ഇത്തിരി പഞ്ചസാരയൊക്കെ വിതറിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് കഴിച്ചാലും നല്ലതാണ്. വേണമെങ്കിൽ നമുക്ക് പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഉണ്ടാക്കാം. ഇറച്ചിക്കറി അവിടെ നിന്ന് ആവുന്നുണ്ട്, ചോറും റെഡിയാകുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ തുണിയൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ചെന്നതാണ്. സാധാരണ വീട്ടിലെല്ലാവരും ധരിക്കുന്ന ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ വെച്ചിട്ട് തന്നെയാണ് കഴുകിയെടുക്കാറ്. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള നമസ്കാരക്കുപ്പായം അല്ലെങ്കിൽ വെളുത്ത തുണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ വാഷ് ചെയ്യാറ്. ഈ ഒരു വാഷ് ഏരിയ എനിക്ക് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. ഇത് നന്നായിട്ട് എനിക്ക് എൻജോയ് ചെയ്തിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ പഴയ അലക്കല്ലൊക്കെ ഞാൻ പൊളിച്ച് കളഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലം തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് സ്ഥലം ഞങ്ങൾ ലാഭിക്കുകയും ചെയ്തു. നമ്മുടെ വർക്ക് സ്പേസ് ഒന്ന് എളുപ്പമാക്കി മാറ്റാനും പറ്റി. മർവാന് നല്ല സുഖമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവന് പുറത്തെ കോലായിൽ വന്ന് കിടക്കുന്നുണ്ട്. ഞാനിവിടെ വെറുതെ ഒരു കട്ടിലും കിടക്കയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മർവാൻ ഇടയ്ക്കിടെ എന്നെ നോക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അവിടെ കിടക്കാറും ഇരിക്കാറും സംസാരിക്കാറും പൊതുവെ എല്ലാവരും ഇരുന്ന് സംസാരിക്കാറുണ്ട്. അങ്ങനെ മർവാൻ അവിടെ കിടന്നിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഉച്ചയൂണിൻ്റെ സമയമായപ്പോൾ ഞാനവനെ വിളിച്ചുണർത്തിയിട്ട് ഇൻസുലിൻ കൊടുക്കുകയാണ്. അപ്പോൾ അവന് വയറിന് നല്ല സുഖമില്ലാത്തത് കൊണ്ട് തന്നെ കഞ്ഞിയും പപ്പടവുമാണ് കേട്ടോ കൊടുത്തത്. അവനത് കുടിച്ച് വീണ്ടും ഉറങ്ങാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. മറവാൻ്റെ കുറച്ചായിട്ടില്ല, കുറച്ചും കൂടി നേരം വെക്കണ്ടാവും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഉച്ചക്ക് മർവാൻ്റെ ഗ്ലൂക്കോമീറ്റർ കുറച്ച് നാളായിട്ട് തകരാറായിട്ട് കിടപ്പാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഷുഗർ നമുക്ക് ബ്ലഡ് ഷുഗറൊന്നും ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പുതിയതൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മെഡിക്കൽ ഷോപ്പ് വരെ പോയതാണ്.
ഞങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച ബ്രാൻഡ് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഉമ്മാൻ്റെ വീട്ടിലൊന്ന് കയറി ഉമ്മാനെ കണ്ടു. ഒത്തിരി നേരം സംസാരിച്ച് തിരിച്ച് നിലാവിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ട് രാത്രിയിലേക്കുള്ള ഭക്ഷണ പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇറച്ചി കറിയുള്ള ദിവസം ഞാൻ ഒന്നുകിൽ രാത്രി ആണപ്പത്തിരി ഉണ്ടാക്കും. ആണപ്പത്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിയായിട്ട് ഉണ്ടാക്കുന്ന സാധനത്തിന് ഞങ്ങൾ കണ്ണൂർക്കാർ പറയുന്ന ഒരു പേരാണ്. പിടിയൊക്കെ തയ്യാറാക്കി ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ടർക്കികളെ ഒന്ന് കൂട്ടിക്കയറ്റണം. സന്ധ്യ ആയി തുടങ്ങി. കുട്ടികൾ പഠിക്കാനിരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒത്തിരി നേരം ഒന്ന് ഇരിക്കാൻ നിൽക്കാതെ വേഗം ഉറങ്ങണം. അങ്ങനെയാണ് എപ്പോഴും കരുതാറ്. പക്ഷേ ഈയിടെയായിട്ട് വേഗം ഉറങ്ങുന്ന പരിപാടിയെ ഇവിടെ നടക്കാറില്ല. ഉറങ്ങുന്ന കാര്യം കുറച്ച് വൈകിട്ടാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു വ്ളോഗിൽ കാണുമ്പോഴേക്കും എല്ലാവരോടും വിടാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.